നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,442ാമത്തെ ദിവസമാണ്. മലയാള കലണ്ടർ അനുസരിച്ച് 1201 ആണ്ട് ചിങ്ങമാസം 4-ാം തീയതിയാണ്. ശകവർഷക്കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 29-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ആഗസ്റ്റ് മാസം 20-ാം തീയതിയാണ്. കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ്. ദ്വാദശി തിഥി ഉച്ചകഴിഞ്ഞ് 1:58 വരെയുള്ള സമയത്ത് ദ്വാദശി തിഥി വരുന്നുണ്ട്. ഉദയത്തിന് കരണം വരുന്നത് കഴുതക്കരണമാണ്. 1:58 വരെയാണ് കഴുതക്കരണമുള്ളത്. നിത്യയോഗം വരുന്നത് സിദ്ധിനാമ നിത്യയോഗമാണ്. വൈകിട്ട് 6:13 വരെയുള്ള സമയത്ത് ഈ നിത്യയോഗമുണ്ട്. ഇന്നത്തെ നാൾ നക്ഷത്രം വരുന്നത് പുണർദം നക്ഷത്രമാണ്. അത് ഇന്ന് പകലും രാത്രി 12:26 വരെയുള്ള സമയത്ത് പുണർദം നക്ഷത്രം വരുന്നുണ്ട്. ഞാറ്റുവേല മകം ഞാറ്റുവേല തന്നെയാണ്. ഋതു വർഷ ഋതുവാണ്. ദിവസം ബുധൻ. ബുധന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18:52 ഉദയം സംഭവിക്കുന്നു. അസ്തമയം വരുന്നത് 6:35:38 മധ്യകേരളത്തിലേതാണ് ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 16 മിനിറ്റ് 46 കഴിഞ്ഞ ദിവസത്തേക്കാൾ ഏതാനും സെക്കൻഡുകൾ കുറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് ദക്ഷിണായന കാലമാകയാൽ അത് പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രാഹുകാലം വരുന്നത് ഉച്ചയ്ക്ക് 12:27 മുതൽക്ക് 1:59 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 10:55 തുടങ്ങി 12:27 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് രാവിലെ 7:50 തുടങ്ങി 9:23 വരെയുള്ള സമയത്താണ്. ഈ രാഹു ഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യങ്ങളായിട്ടുള്ള കാലമായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് വൃശ്ചിക കൂറുകാർക്കാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നാളുകാർക്കാണ്. അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം അവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസമല്ല. പുതിയ യാത്ര, പുതിയ സംരംഭങ്ങൾ തുടങ്ങുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് അവർ വർജിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 12:03 തുടങ്ങി 12:25 വരെയും തുടർന്ന് 12:29 മുതൽക്ക് 12:51 വരെയുള്ള സമയത്താണ്. ഈ അഭിജിത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രം പൊതുവെ പൗഷ്ടിക കർമ്മങ്ങൾക്കൊക്കെയും അതുപോലെ യാത്ര, ആഭരണാദി ധരിക്കുക, വിദ്യാരംഭം, വാസ്തുകാര്യം, ഗൃഹകാര്യം, വ്രതാരംഭം, വാഹനം, കൃഷി മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. ദ്വാദശി തിഥിയും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. വ്രതം എടുക്കുന്നതിനും വിവാഹാദി കാര്യങ്ങൾക്കും ഗൃഹപ്രവേശം തുടങ്ങിയിട്ടുള്ള എല്ലാ ശുഭകർമ്മങ്ങൾക്കും അനുകൂലമാണ്. യാത്ര വർജ്യമായിട്ടുള്ള ദിവസമാണ് ദ്വാദശി. നമസ്കാരം.